One small habit you are ashamed but still do. നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ വീക്ക്നെസ്സുകൾ ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ ഷെയിമൊന്നും അങ്ങനെ എനിക്ക് പറയാൻ മടിയുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഹാബിറ്റ്സ് ഒന്നും ഉള്ള ആളല്ല ഞാൻ. എനിക്ക് എന്തുണ്ടെങ്കിലും ഞാൻ എല്ലാവരോടും പറയാതെ മിക്ക ആൾക്കാർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ പറയാൻ നാണക്കേടുള്ള പേടികളുണ്ട് കേട്ടോ. അങ്ങനെയുണ്ട് എനിക്ക്. അത് പറയുമ്പോൾ നമുക്ക് വളരെ ചെറുതായിട്ടും അല്ലെങ്കിൽ വളരെ തമാശയായിട്ടും തോന്നുമെങ്കിലും എനിക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള പേടികളൊന്നും എനിക്ക് അങ്ങനെ എട്ടുകാലിയെ ഭയങ്കര പേടിയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫോബിയാണ്, അരിക്കനോഫോബിയ അങ്ങനെ പറയാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കണ്ടുവരാറില്ല ഫോബിയ. പക്ഷെ ഞാൻ ആ ഫോബിയ ഉള്ള ആളാണ്. അതായത് എനിക്ക് ഈ എട്ടുകാലിയല്ല രൂപം എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ചില ഞണ്ടുണ്ടാവില്ല, നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ ഈ ഞണ്ടിന്റെ കാല് ഇങ്ങനെ ചുരുങ്ങി വരും. എനിക്ക് പറയുമ്പോൾ തന്നെ എന്തോ പോലെ. അതായത് നമ്മൾ നോർമൽ കാണുന്ന ഞണ്ടിനെ പോലെ ആയിരിക്കില്ല. ഈ ഞണ്ട് കറി വെച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ചൂടാകുമ്പോൾ ചുരുങ്ങുമല്ലോ. അപ്പൊ ആ രൂപം എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എനിക്കതിനെ ഒടിച്ചിട്ട് തരാതെ എനിക്ക് തിന്നാൻ പറ്റില്ല. കാരണം എനിക്കതിനെ തൊടാൻ പറ്റില്ല. എനിക്ക് ഒരു എട്ടുകാലി എനിക്ക് പേടിയാണെങ്കിൽ, അത് ചത്ത് കിടക്കുന്ന എട്ടുകാലിയാണെങ്കിലും ഞാൻ അതിനെ കണ്ട് അനാവശ്യമായി പേടിക്കും. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ മറ്റാൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കുന്നതും കൂടി ഉണ്ട്. നമ്മളിപ്പോൾ നാലാളുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു ശല്യവും ചെയ്യാത്തൊരു ജീവിയാണ് എട്ടുകാലി. അത് ആ മൂലയ്ക്കൂടെ നടന്നു പോകുന്നതിന് ഞാനിവിടെ കിടന്ന് ഒച്ചയെടുക്കും. ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളെ കയറി അനാവശ്യമായിട്ട് ഫോഴ്സ്ഫുള്ളി പിടിച്ചു നിർത്തും, ഭയങ്കര ഒച്ച ഉണ്ടാക്കും, എന്നെ വിറയ്ക്കാൻ തുടങ്ങും. മൊത്തം ആൾക്കാരും മനസ്സിലുണ്ടാവും ഈ കുട്ടി എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര പേടിയാണ്. അത് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളതാണത്. അതെനിക്ക് പറയാൻ നാണക്കേടാ, എനിക്ക് എട്ടുകാലിയെ പേടിയാ എന്ന് പറയണ്ട. അല്ലാതെ വേറെ ഹോബീസ് ഒന്നും അങ്ങനെയില്ല.